വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ്. തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതുവരെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് ആദ്യമായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നവംബർ 14 മുന്നോടിയായിട്ട് കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കണം. ഫസ്റ്റ് ഇയറിലെ ഫീസും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും ഒക്കെ കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ള കുട്ടികൾ ഡയറക്റ്റ് പോയി 14 മുന്നോടിയായിട്ട് കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുത്താൽ മതിയാകും. ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വന്നതിന് ശേഷം ടോക്കൺ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 വരെ, നവംബർ 12 വരെ ഒന്നുകൂടി ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള അവസരം കൂടി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിൻ്റെ അപ്ഡേഷൻസ് നമ്മുടെ സൈറ്റിലുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഇതിന് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫീസ് അറിയുന്നതിന് വേണ്ടി റെഗുലറായിട്ട് നിങ്ങൾ സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ഇയർ ഫീസ് എല്ലാം നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ വാക്സിനേഷൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കോളേജിൽ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ കുറച്ച് കോളേജസ് അപ്ഡേറ്റ് ആയി വന്നിട്ടുമുണ്ട്. സോ ഇപ്പോൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം വരുന്ന വാക്കൻസിയും ഈ അപ്ഡേറ്റ് ആയിട്ടുള്ള കോളേജസ് എല്ലാം കൂടി ചേർത്തിട്ട് മുന്നോട്ട് അലോട്ട്മെൻറ്റ് എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും. അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ സൈറ്റിലും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തതിന് ശേഷം ബാക്കി അടുത്ത അലോട്ട്മെൻറ്റിൽ എങ്ങനെയൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ഓൾറെഡി സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോളേജ് കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കോളേജിൽ ചോദിക്കുക, നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിനുവേണ്ടിയുള്ള NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ളത് കോളേജിലെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങളിത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ആ ഒരു കോഴ്സിൽ ആ ഒരു കോളേജിൽ തന്നെ തുടരേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. പല കുട്ടികളും കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, അത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു, പക്ഷേ ആ കുട്ടി ഹയർ ഓപ്ഷൻസ് ഒന്നും തന്നെ റിമൂവ് ചെയ്യാത്ത പക്ഷം തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടി, അതിൽ സാറ്റിസ്ഫൈഡ് അല്ല ആ കുട്ടി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പല കുട്ടികൾക്കും ഇപ്പോൾ വരുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു അപ്ഡേഷൻസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വീഡിയോസ് പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു മിസ്റ്റേക്ക് വരികയില്ല. തേർഡ് അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ് കിട്ടിയത്, ഏത് കോഴ്സിനാണ്, ഏത് കോളേജിലാണ്, എത്ര ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ടാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. അത് ബാക്കിയൊരു സ്റ്റുഡൻസിനും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.